സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ വിശദമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെയും ആഗോള മലയാളി സമൂഹത്തെയും വ്യവസ്ഥാപിതമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിനായി 2018 രൂപീകരിച്ചതാണ് ലോക കേരള സഭ. സഭയുടെ 5ാം സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിൽ നടക്കുകയാണ്. 29 വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനവും 30, 31 തീയതികളിൽ നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനവും നടക്കും. കേരള നിയമസഭയിലെ അംഗങ്ങൾക്കും കേരളത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾക്കുമൊപ്പം രാജ്യത്തിനകത്തും പുറത്തും വസിക്കുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രവാസി പ്രതിനിധികളും ചേരുന്നതാണ് സഭയുടെ അംഗബലം. വിദേശ രാജ്യങ്ങളിലും ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ത്യൻ പൌരത്വമുള്ള പ്രവാസികൾ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾ, OCI കാർഡുടമകൾ, പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയവർ എന്നിവരുടെ സജീവ പങ്കാളിത്തം ഈ വേദിയെ വിശ്വമലയാളികളുടെ ഒരു സമഗ്ര ജനാധിപത്യ സംഗമമാക്കി മാറ്റുന്നു. 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് ആരംഭിച്ചതായിരുന്നു ലോക കേരള സഭ. ഇപ്പോൾ 5ാം സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ 125 രാജ്യങ്ങളിലേക്ക് അതിന്റെ പ്രാതിനിധ്യം വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിപുലമായ ആഗോള സാന്നിധ്യം തന്നെയാണ് 5ാം സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരു പ്രശ്നം, 2ാം കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി വേമ്പനാട്ട് കായലിൽ കോട്ടയം നഗരത്തിനോടും തിരുവാർപ്പ് പഞ്ചായത്തിനോടും ചേർന്ന് കിടക്കുന്ന പഴുക്കാനില കായൽ ശുചീകരണത്തിന് കിഫ്ബി 103,73,00,000 രൂപയുടെ ഫണ്ട് അനുവദിച്ചു. കൂടാതെ മലരിക്കൽ ആമ്പൽ ഗ്രാമത്തിന്റെ വികസനത്തിന് 104 കോടി രൂപയുടെയും പദ്ധതി കിഫ്ബി ആവിഷ്കരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി നദികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കലടിഞ്ഞ് രൂപപ്പെട്ട തുരുത്തുമൂലമുള്ള വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് മുക്തി നേടാൻ പദ്ധതി ഉപകരിക്കും. പഴക്കാനിലം കായലിൽ അടിഞ്ഞുകൂടിയ എക്കൽ കോരിയെടുത്ത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ജെ ബ്ലോക്ക് 9000, തിരുവായ്ക്കരി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ എഫ് ബ്ലോക്ക് എന്നീ പാടശേഖരങ്ങളുടെ 27.8 കിലോമീറ്റർ പുറം ബണ്ടുകൾ ബലപ്പെടുത്തി ഗതാഗതയോഗ്യമാക്കി വികസിപ്പിക്കുന്നതിനും നെൽകൃഷി സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണിത്. മറ്റൊരു പ്രശ്നം പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സംസ്ഥാനത്തിന്റെ അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൌണ്ടിൽ നിന്നുള്ള തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെട്ടിച്ചുരുക്കലുകൾ 2017 മുതൽ കേന്ദ്രം നടപ്പിലാക്കുകയാണ്. കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ
സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനുവരി 12-ന് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ മന്ത്രിമാർ, MLA-മാർ, MP-മാർ എന്നിവർ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയാണ്. ഇതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുമാണ് ആമുഖമായി നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിന്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDF-ന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിന്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDF-നെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ അത് പ്രത്യേകമായ അവസ്ഥയാണെന്ന് കാണാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മുടെ നാടിന്റേതായ അനുഭവം വെച്ചുകൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതുക. അതായത് ഈയൊരു വർഷത്തെയോ കഴിഞ്ഞ 5 വർഷത്തെയോ അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം. അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDF-ന്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങൾ നേടിയ നേട്ടങ്ങളുണ്ടല്ലോ. അതിലൊന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാട് നേടിയിട്ടുണ്ട്. രാജ്യത്ത് വ്യാപകമായി അഴിമതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. ഇത് കണക്കാണ്. പക്ഷേ നമ്മുടെ നാടിന്റെ അനുഭവങ്ങളുണ്ടല്ലോ, ആ നാടിന്റെ അനുഭവത്തിൽ ഓരോ ആൾക്കും അവരവരുടേതായ അനുഭവങ്ങളുണ്ട്. നേരത്തെ അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ആരെങ്കിലും നിയമിക്കുന്നതിന് ആരെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടതായി വരുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ഇത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അതായിരുന്നോ പഴയകാലം? പഴയകാലത്ത് പലതിലും ചില തരത്തിലുള്ള റേറ്റുകൾ നിശ്ചയിച്ചിരുന്നല്ലോ. ആ കാലമേ മാറിപ്പോയില്ലേ? അത് കാലത്തിന്റെ മാറ്റം കൊണ്ട് മാത്രം സംഭവിച്ചതാണോ? ആ മാറ്റത്തിന് LDF-ന്റേതായ ഒരു പങ്കുണ്ടല്ലോ. LDF സ്വീകരിച്ച നയസമീപനത്തിന്റെ ഭാഗമായിട്ടല്ലേ അങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നാടിന്റെ മുന്നിലുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയല്ലോ. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇതിലൊക്കെ അത്ഭുതാവഹമായ മാറ്റങ്ങളിലേ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ മാത്രം കഴിവ് നേടി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടല്ലേ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെയുള്ള
നവജാത ശിശുക്കളുടെ മരണനിരക്ക് വലിയ തോതിൽ കുറഞ്ഞ് 5% എത്തി നിൽക്കുന്നത്. അതാണെങ്കിൽ ലോക റെക്കോർഡായിട്ടല്ലേ മാറുന്നത്. അമേരിക്കയുടെ 5.6 ആകുമ്പോഴല്ലേ നമ്മൾ 5% നിൽക്കുന്നത്. അതേപോലെ തന്നെ മാതൃമരണ നിരക്കും വലിയ തോതിൽ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇതൊക്കെ റെക്കോർഡാണല്ലോ. രാജ്യത്തിന്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലോകം തന്നെ ശ്രദ്ധിക്കുന്നിടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ മാറ്റം എങ്ങനെ വന്നതാണ്? വിദ്യാഭ്യാസ രംഗം നമ്മുടെ 2016 ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ സ്കൂളുകൾ, അന്നത്തെ എണ്ണം 1000-ലധികമായിരുന്നു തോന്നുന്നുണ്ട്, സ്കൂൾ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു. അടച്ചുപൂട്ടുന്നതിനുള്ള ലിസ്റ്റിൽപ്പെട്ടതായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.